നമസ്കാരം. ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവതയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി. ഞാൻ ഉൾപ്പെടെയുള്ള മഹാലക്ഷ്മി ഉപാസകർക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ഭഗവതിയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ഉള്ളിൽ തട്ടി ഏത് കാര്യം അമ്മയോട് പറഞ്ഞാലും അമ്മ അത് കേട്ട് വേണ്ടത് നടത്തിത്തരും എന്നുള്ളതാണ്. ഇതുവരെയുള്ള അനുഭവം അപ്രകാരം തന്നെയാകുന്നു. മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും ശക്തിയാർന്ന ഒരു സംഖ്യ അഥവാ നമ്പറിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ പറയുന്നതായ ഈ നമ്പർ എഴുതി നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക. ഞാൻ പറയും വിധം നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും പണവും തേടി എത്തുന്നു എന്നതാണ് പ്രത്യേകതയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ലക്ഷ്മി സാന്നിധ്യം എപ്പോഴും നമുക്കൊപ്പം ഉണ്ടാകാൻ, ലക്ഷ്മി കടാക്ഷം എപ്പോഴും ഉണ്ടാകുവാൻ ഇങ്ങനെ ചെയ്യുന്നത് സഹായകരവുമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ഇങ്ങനെ ചെയ്യുവാനായി പൂജയോ മന്ത്രമോ ഒന്നും ആവശ്യമില്ല. അതിനാൽ ആർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതുമാണ്. അമ്മയിൽ പൂർണ്ണ വിശ്വാസമുള്ള ആർക്കും ഈ ഒരു കാര്യം ചെയ്യാവുന്നതുമാണ്. എന്നാൽ ഞാൻ പറയുന്നതായ ആ രീതിയിൽ തന്നെ എഴുതി വയ്ക്കണം എന്ന് മാത്രം. ആദ്യം മനസ്സിലാക്കാനായി പോകുന്നത് ഈ ഒരു കാര്യം, ഈ വിശേഷപ്പെട്ടതായ കാര്യം ചെയ്യേണ്ടതായ ആ സമയത്തെക്കുറിച്ചാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് ദേഹശുദ്ധി വരുത്തുക എന്നതാണ്. ദേഹശുദ്ധി വരുത്തി വന്നതിന് ശേഷമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കുളിച്ച ശുദ്ധിയോടെ ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞ് ഏറ്റവും ഐശ്വര്യമായി വന്ന് ചെയ്യുക എന്നുള്ളതാകുന്നു. ശരീരശുദ്ധി ഇല്ലാത്തതായ സമയത്ത് ഇപ്രകാരം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. പകൽ സമയത്തോ സന്ധ്യ കഴിഞ്ഞോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. ഒരു പ്രത്യേക ദിവസം തന്നെ ചെയ്യണം എന്നില്ല. അതിനാൽ നിങ്ങൾക്ക് സാധ്യമായ ഒരു ദിവസം തിരഞ്ഞെടുത്ത് അന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. ആവശ്യമായിട്ടുള്ളത് ഒരു പേപ്പറാണ്. കീറിയതോ അരികു കീറിയതോ ആയ പേപ്പർ ആകുവാൻ പാടുള്ളതല്ല. നമ്പർ എഴുതാനായി പച്ച അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷി നിങ്ങൾക്ക് ഉപയോഗിക്കാം. പച്ച നിറത്തിലുള്ള മഷി കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും ശുഭം. പച്ച മഷി നിങ്ങൾക്ക് ലഭിക്കാനില്ല എങ്കിൽ നീല നിറത്തിലുള്ള മഷി കൊണ്ടാണ് എങ്കിലും എഴുതാം.